ഹലോ, ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. ഇന്ന് ഒരു പ്രധാന നിയമത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് വന്നത്. അതായത് ഒരു റേപ്പ് കേസിൽ ഒരു സ്ത്രീയുടെ പേരോ മറ്റു വിവരങ്ങളോ വെളിപ്പെടുത്തിയാൽ അത്തരത്തിലൊരു കേസ് നിലനിൽക്കുമോ എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിയമത്തെക്കുറിച്ച് ശക്തമായ ധാരണയുള്ളവരുണ്ട്, എന്നാൽ ഈ നിയമത്തെക്കുറിച്ച് ഒട്ടും അറിയാത്തവരുണ്ട്. ചിലർക്ക് ശക്തമായ ധാരണയുണ്ടെങ്കിലും ഈ നിയമം കണ്ടില്ലെന്ന് നടിക്കുന്നവരുണ്ട്. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം, സോഷ്യൽ മീഡിയ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ചില വീഡിയോസും അതിന് താഴെ വരുന്ന ചില കമൻസുമാണ് ഞാനിങ്ങനെ പറയുന്നത്. അതായത് ചിലർ പറയുന്നു പുരുഷന്മാർക്ക് മാത്രമേ പേരുള്ളൂ, സ്ത്രീകൾക്ക് എന്താ പേരില്ലേ. അതുപോലെ തന്നെ മറ്റു ചിലർ പറയുന്നു എൻ്റെ കയ്യിലെങ്ങാനും ആ പേര് കിട്ടിയാൽ എപ്പോൾ വെളിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ മതി, ഞാനാണെങ്കിൽ അത് പ്രസിദ്ധപ്പെടുത്തുമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കമൻസ്. അപ്പോൾ നിയമത്തെക്കുറിച്ച് ശക്തമായൊരു ധാരണയില്ലാത്തവരാണ് ഇങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. ആ ഒരു നിയമത്തെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. BNS ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 72 ഇത്തരത്തിലൊരു നിയമത്തെക്കുറിച്ച് പറയുന്നത്. ഒരു റേപ്പ് കേസിൽ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേപ്പ് ചെയ്യുന്നത് പുരുഷനാണ്, ചെയ്യപ്പെടുന്നത് ഒരു സ്ത്രീയെയാണ്. അപ്പോൾ ഒരു റേപ്പ് കേസിനെ സംബന്ധിച്ചിടത്തോളം ഇര എന്ന് വിളിക്കുന്നത്, വിക്ടിം എന്ന് വിളിക്കുന്നത് ഒരു സ്ത്രീയെ തന്നെയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ പേരോ മറ്റു വിവരങ്ങളോ വെളിപ്പെടുത്തുന്നത് ശിക്ഷാർഹമായ ഒരു കുറ്റമാണ്. ആ സ്ത്രീയെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതും ശിക്ഷാർഹമാണ്. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷം തടവും പിഴയുമാണ്. ഇനി ചില സാഹചര്യങ്ങളിൽ ഇതൊക്കെ പ്രസിദ്ധപ്പെടുത്താം. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന്റെ ആവശ്യത്തിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ, അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ രേഖാമൂലമുള്ള ഉത്തരവ് പ്രകാരം, അതുപോലെ തന്നെ വിക്ടിം തന്നെ, ഈ ഇര തന്നെ നേരിട്ട് ഒരു റിട്ടൺ ഓതറൈസേഷൻ, രേഖാമൂലമുള്ള ഒരു ഓതറൈസേഷൻ നൽകുക. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ ഇത് പബ്ലിഷ് ചെയ്യാന്നാണ്. ഇനി മാധ്യമങ്ങൾക്ക് ഇത് ബാധകമല്ലേ? മാധ്യമങ്ങൾക്കും ബാധകമാണ്. ഇത്തരത്തിലുള്ള പ്രീവിയസ് പെർമിഷൻ ഇല്ലാതെ, അതായത് മുമ്പേ തന്നെയുള്ള ഒരു അനുവാദം ഇല്ലാതെ ഇതൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്ന് തന്നെ കോടതി പറയുന്നു. സത്യാമ ദുബെ ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന 2020 കേസിൽ സുപ്രീം കോടതി പറയുന്നു, വിക്ടിമിനെ തിരിച്ചറിയുന്നതിനായി അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേര് പോലും പ്രസിദ്ധീകരിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് രാംദേവ് സിംഗ് എന്ന കേസിലും കോടതി പറഞ്ഞിട്ടുള്ളത്, ഒരു വിക്ടിമിന്റെ അല്ലെങ്കിൽ ഒരു അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് അവളെ സാമൂഹികമായി ഒരിക്കൽ കൂടി പീഡിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ്. ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പല വാർത്തകൾ കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് രോഷമുണ്ടാകാം. നമുക്ക് ഇഷ്ടമുള്ള അഭിപ്രായം പറയാം, ആരുടെ കൂടെ വേണമെങ്കിലും നിൽക്കാം. സ്ത്രീകൾക്കൊപ്പം നിൽക്കാം, പുരുഷനൊപ്പം നിൽക്കാം, നീതിക്കൊപ്പം നിൽക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. നമുക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയാം. പക്ഷെ നമ്മുടെ ഓരോ അഭിപ്രായവും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിലേക്ക് നയിക്കാതിരിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ തന്നെ കുടുക്കിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത്തരത്തിലുള്ള ഒരു ഒഫൻസിന് 2 വർഷം തടവും പിഴയുമാണ് ശിക്ഷ എന്ന് ഓർക്കുക. ഓക്കെ, താങ്ക്